നല്ലത് ഇപ്പൊ കിട്ടിയത് ബസ് യാത്ര. അത് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. എവിടെ പോകണമെങ്കിലും സാധാരണക്കാരായ നമുക്ക് ബസ് യാത്ര ചെയ്യാൻ പോലും വണ്ടിക്കൂലി കാശ് പോലും ഇല്ലാത്തവരായിരുന്നു. എന്ത് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല പല ദിവസങ്ങളിൽ. എന്നിട്ട് കൂടി നമ്മൾ ബുദ്ധിമുട്ടിയെങ്കിലും നമ്മൾ പോയി അത്രയും കഷ്ടപ്പെട്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാനെങ്കിലും. പക്ഷെ ഇന്ന് നമ്മളെ മക്കൾക്കായാലും നമുക്കായാലും യാത്ര ചെയ്തു പോകാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. അതിൽ നമ്മൾ സാറിനോട് നമ്മൾ ഒരുപാട് നന്ദി പറയും. വേറെ ഇനിയല്ലേ ഓരോന്നറിയാൻ പറ്റുന്നത്. ഇന്നല്ലേ ബജറ്റിന്റെ ഇത് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും, കാരണം ഇന്ന് വരെയും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളെ ഉണ്ടായിട്ടുണ്ട്. ചിലവായാലും വീട്ടിൽ ചിലവായാലും കുട്ടികളെ പഠിപ്പിക്കാനായാലും എന്തിനായാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. താമസിക്കാൻ വീടെല്ലാം പൊട്ടി പിളർന്നുകൊണ്ട് അപേക്ഷകരെ പിടിക്കുന്നത്. ഒന്നാം മാസത്തിൽ മൊത്തത്തിൽ പോസിറ്റീവ് ആയിട്ടാണ് സത്യമായിട്ടും അത് ഉറപ്പാണ്. അദ്ദേഹത്തിനോട് നമ്മൾ നന്ദി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരാളായിരിക്കും. കാരണം ഇതുവരെ നമ്മൾ പല തവണയായിട്ടും നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ടുണ്ട്. പല അപേക്ഷകൾ കൊടുക്കാനും നമ്മളെ കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാതായപ്പോഴും പോലും നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല. ഇനി കിട്ടണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. കാരണം ഇപ്പം ബസ് യാത്ര കിട്ടിയതുകൊണ്ട് നമുക്ക് വളരെയധികം നന്ദിയുണ്ട്. പക്ഷെ ഇതെങ്കിലും കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹം. നമ്മളെപ്പോലെ സാധാരണക്കാരായ എത്രയോ ആൾക്കാർ കിടക്കാൻ പോലും നിവർത്തിയില്ലാത്ത, പഠിപ്പിക്കാൻ പോലും നിവർത്തിയില്ലാത്ത ആൾക്കാരുണ്ട്. കൂലിപ്പണി ചെയ്ത് നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്കിതെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. നല്ലത് ഇപ്പൊ കിട്ടിയത് ബസ് യാത്ര. അത് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. എവിടെ പോകണമെങ്കിലും സാധാരണക്കാരായ നമുക്ക് ബസ് യാത്ര ചെയ്യാൻ പോലും വണ്ടിക്കൂലി കാശ് പോലും ഇല്ലാത്തവരായിരുന്നു. എന്ത് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല പല ദിവസങ്ങളിൽ. എന്നിട്ട് കൂടി നമ്മൾ ബുദ്ധിമുട്ടിയെങ്കിലും നമ്മൾ പോയി അത്രയും കഷ്ടപ്പെട്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാനെങ്കിലും. പക്ഷെ ഇന്ന് നമ്മളെ മക്കൾക്കായാലും നമുക്കായാലും യാത്ര ചെയ്തു പോകാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. അതിൽ നമ്മൾ സാറിനോട് നമ്മൾ ഒരുപാട് നന്ദി പറയും. വേറെ ഇനിയല്ലേ ഓരോന്നറിയാൻ പറ്റുന്നത്. ഇന്നല്ലേ ബജറ്റിന്റെ ഇത് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും, കാരണം ഇന്ന് വരെയും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളെ ഉണ്ടായിട്ടുണ്ട്. ചിലവായാലും വീട്ടിൽ ചിലവായാലും കുട്ടികളെ പഠിപ്പിക്കാനായാലും എന്തിനായാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. താമസിക്കാൻ വീടെല്ലാം പൊട്ടി പിളർന്നുകൊണ്ട് അപേക്ഷകരെ പിടിക്കുന്നത്. ഒന്നാം മാസത്തിൽ മൊത്തത്തിൽ പോസിറ്റീവ് ആയിട്ടാണ് സത്യമായിട്ടും അത് ഉറപ്പാണ്. അദ്ദേഹത്തിനോട് നമ്മൾ നന്ദി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരാളായിരിക്കും. കാരണം ഇതുവരെ നമ്മൾ പല തവണയായിട്ടും നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ടുണ്ട്.